ഹലോ, ഇന്ന് നമുക്ക് മത്തി വെച്ചിട്ടൊരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കിയാലോ? ഈ റെസിപ്പി എനിക്ക് കിട്ടിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ ഒരു വട്ടം ഉണ്ടാക്കി നോക്കി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. അതിന് നമുക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പില വേണം. ദാ ഈ വണ്ടിനെ കാണുന്നുണ്ടോ? അതുപോലുള്ള ഐറ്റംസിനെയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കണേ. പിന്നെ നമുക്കൊരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് ചുമന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ലേശം മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇത്രയും ഐറ്റംസ് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ദാ ഈ ഒരു പരുവത്തിൽ കിട്ടണേ. പിന്നെ നമ്മുടെ മത്തി വറക്കാനൊക്കെ കീറില്ലേ, അതുപോലെ രണ്ട് സൈഡും കീറണം. എന്നിട്ട് നമ്മുടെ ഈ അരപ്പ് മത്തിയിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ വെക്കണം. പിന്നെ വാളംപുളി ഉണ്ടല്ലോ, അതൊരു നെല്ലിക്ക വലിപ്പത്തിലെടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് നല്ലപോലെ ഒന്ന് നമ്മുടെ കൈ വെച്ച് ഞെരടി ആ വെള്ളം കൂടെ ഈ മിക്സിലേക്ക് ഒഴിക്കണം. ആമി വന്നിങ്ങനെ മീനിലേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അയ്യേ, ഇതിനെന്താ ഒരു മണം എന്നൊക്കെ അവൾ ചോദിക്കുന്നേ. ഇത് നമ്മളൊരു അരമണിക്കൂർ മൂടി വെക്കണം കേട്ടോ. പിന്നെ ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് 2 വറ്റൽ മുളകും ഇട്ടിട്ട് നമ്മുടെ കറിവേപ്പിലയില്ലേ അതങ്ങനെ നിരത്തി അതിലേക്ക് ഇടണം. അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ മത്തി അങ്ങോട്ട് മൊത്തത്തിൽ ഇട്ടിട്ട് അരപ്പൊട്ടും പോകാണ്ടിരിക്കാനായിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. പിന്നെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു വാഴയില വെച്ചങ്ങോട്ട് മൂടി പൊത്തി ഒരു 15 മിനിറ്റ് അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചേക്കണം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് തുറന്ന് അതിലേക്ക് ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടെ തിളയ്ക്കാനായിട്ട് കൊടുക്കണം. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റും കൂടെ അങ്ങനെ വെച്ചതിന് ശേഷം വേണം കേട്ടോ നമ്മളത് കഴിക്കാനായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെ വേറെ കറിയൊന്നും ഇല്ലെങ്കിലും മത്തിയുടെ ഈ ചാറുണ്ടല്ലോ അതിന് ഭയങ്കര രുചിയാണേ. മത്തിയുടെ സീസണല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കി.